നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ വർഷം നടന്ന വേൾഡ് കപ്പ് യോഗ്യതാ മത്സരത്തിൽ, കൃത്യമായി പറഞ്ഞാൽ 2023 ഒക്ടോബർ മാസത്തിൽ നടന്ന ഉറുഗ്വേക്കെതിരെയുള്ള മത്സരത്തിനിടയിലാണ് നെയ്മർ ജൂനിയർക്ക് അതിഗുരുതരമായി പരിക്കേറ്റത്. പിന്നീട് ഈയൊരു വർഷക്കാലം അദ്ദേഹം പുറത്തിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കളിക്കളത്തിലേക്ക് തിരിച്ചു വരാനുള്ള അതികഠിനമായ ശ്രമങ്ങളൊക്കെ നെയ്മർ ജൂനിയർ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അദ്ദേഹം കരുതിയ പോലെയല്ല കാര്യങ്ങൾ നീങ്ങുന്നത്. ദിവസങ്ങൾക്ക് മുൻപ് അദ്ദേഹത്തിനൊരു ഫിറ്റ്നസ് ടെസ്റ്റ് ഉണ്ടായിരുന്നു. നെയ്മർ ജൂനിയർ അതിൽ പാസ്സായിക്കൊണ്ട് ഈ സീസണിൽ അൽ ഹിലാലിനു വേണ്ടി കളി പുനരാരംഭിക്കും എന്നായിരുന്നു പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത്. പക്ഷേ ആ ഒരു ടെസ്റ്റിൽ, ഫിറ്റ്നസ് ടെസ്റ്റിൽ അതല്ലെങ്കിൽ മെഡിക്കൽ ടെസ്റ്റിൽ നെയ്മർ ജൂനിയർ പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നെയ്മർക്ക് ഇനിയും കൂടുതൽ കാത്തിരിക്കേണ്ടി വരും എന്നാണ് റിപ്പോർട്ടുകൾ. അടുത്ത ജനുവരി മാസത്തിൽ മാത്രമാണ് നെയ്മർ ജൂനിയർ തിരിച്ചെത്തുക എന്നുള്ള റിപ്പോർട്ടുകൾ പോലും ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. പക്ഷേ നെയ്മർ ജൂനിയർ വിട്ടുകൊടുക്കാൻ അതല്ലെങ്കിൽ തോറ്റ് പിന്മാറാൻ തയ്യാറല്ല. തൻ്റെ ഇൻസ്റ്റഗ്രാമിൽ പുതിയ ഒരു ചിത്രം അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. തൻ്റെ ആ ഒരു ട്രെയിനിങ് വീണ്ടും അദ്ദേഹം തുടരുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുക. എത്രയും പെട്ടെന്ന് കളിക്കളത്തിലേക്ക് തിരിച്ചെത്താൻ വേണ്ടിയാണ് നെയ്മർ ജൂനിയർ ശ്രമിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിൻ്റെ ക്യാപ്ഷൻ ഇങ്ങനെയാണ്: വർക്ക് ഇൻ സൈലൻസ്, ഡോണ്ട് ഗിവ് അപ്പ്. അതായത് ആ ഒരു വർക്ക് അദ്ദേഹം തുടരുകയാണ്. മൗനം പാലിച്ചുകൊണ്ടാണ് വർക്ക് തുടരുന്നത്. കാരണം അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി ഒരുപാട് റൂമറുകൾ ഇപ്പോഴുണ്ട്, അതുപോലെ തന്നെ വാർത്തകൾ പുറത്തേക്ക് വരുന്നുണ്ട്. പക്ഷേ അതിലൊന്നും തന്നെ നെയ്മർ ജൂനിയർ പ്രതികരിച്ചിട്ടില്ല. മറിച്ച് അദ്ദേഹത്തിൻ്റെ വർക്ക് അവിടെ തുടരുകയാണ്. ഒരിക്കലും തോറ്റ് പിന്മാറാൻ തയ്യാറല്ല, അതല്ലെങ്കിൽ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്നാണ് നെയ്മർ ജൂനിയർ ഇതിലൂടെ വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും നെയ്മർ ഇനി എന്ന് കളിക്കളത്തിലേക്ക് തിരിച്ചെത്തും എന്നുള്ളത് ഇപ്പോഴും അവ്യക്തമായ ഒരു കാര്യമാണ്. നെയ്മറുടെ തിരിച്ചുവരവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് ആരാധകർ ഫുട്ബോൾ ലോകത്തുണ്ട്. അൽ ഹിലാലിന് വേണ്ടി കേവലം 5 മത്സരങ്ങൾ മാത്രമാണ് നെയ്മർക്ക് കളിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കേവലം 1 ഗോൾ മാത്രമാണ് അദ്ദേഹം ഇതുവരെ നേടിയിട്ടുള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.